എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരത്തുള്ള വെട്ടുകാട് മാതൃദേവൂസ്, അതായത് ക്രിസ്തുരാജിൻ്റെ ദേവാലയത്തിലേക്കാണ്. വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി. ഒരുപാട് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. നമ്മൾ തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടെ എത്തിയത്. എങ്കിലും കുറേ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ തിരക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല. അങ്ങനെ വെട്ടുകാട് പള്ളിയിലെ പ്രധാന ആകർഷണമാണ് പള്ളിക്ക് മുമ്പിലുള്ള വലിയ ഒരു കുരിശടിയുണ്ട്. അതായത് ക്രിസ്തുരാജിൻ്റെ ഒരു തിരുസ്വരൂപമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രശസ്തമാണ്. പഴയ പള്ളിയുടെ കാലം തൊട്ടേ ഇവിടെ ഉള്ളൊരു തിരുസ്വരൂപമാണിത്. അവിടെ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഇനി നമുക്ക് പുതിയ പള്ളി സന്ദർശിക്കണം. നമ്മുടെ ഇതുവരെ ഈ പള്ളിയുടെ വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തിരുനാൾ സമയത്ത് ഒരുക്കുന്ന ഈ പന്തലാണ് കേട്ടോ. പണ്ടത്തെ മോഡലിൽ തന്നെ, അതായത് ഈ മുണ്ടൊക്കെ വെച്ച് വെള്ള തുണിയൊക്കെ വെച്ച് നിർമ്മിക്കുന്ന ഒരു നടപ്പന്തലാണ് ഈ കാണുന്നത്. നല്ല രസമാണ്. ഓലയൊക്കെ വെച്ചാണ് അത് മേഞ്ഞിരിക്കുന്നത്. അങ്ങനെ പള്ളിയുടെ സൈഡിലൂടെ തന്നെ നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ്. പള്ളിക്ക് അകത്ത് പോകണം, പ്രാർത്ഥിക്കണം. പള്ളിയുടെ സൈഡിലൊക്കെ നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ട്. മനോഹരമാണ് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, തിരുനാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് തിരുനാളിൻ്റെതായിട്ടുള്ള ഒരു ആഘോഷത്തിലൊക്കെയാണ് ഇപ്പോഴും ഈ ദേവാലയവും പരിസരമൊക്കെ. ഇവിടെ വലിയൊരു സ്റ്റേജൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പള്ളി കാണാൻ മനോഹരമായ വെട്ടുകാട് മാതൃദേവൂസ് ദേവാലയം. പള്ളിക്ക് ഉള്ളിലേക്ക് പോകണം, പ്രാർത്ഥിക്കണം, കുറച്ച് നേരം ഇരുന്ന്. അതിനുശേഷം ഒരു വലിയ കാഴ്ച ഇവിടെയുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. പിന്നെ കൂടെ ജിഷയുണ്ട്. അവൾക്കും ഈ പഴയ പള്ളിയുള്ള സമയത്തൊക്കെയാണ് ഞങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറേ വർഷമായി ഇവിടേക്ക് എത്തിയിട്ട്. അപ്പോൾ എന്തായാലും പള്ളിക്കകത്തേക്ക് പോവുകയാണ്. പ്രാർത്ഥിക്കാം. ദേവാലയത്തിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇതിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത്. അൽത്താരയൊക്കെ മനോഹരമാണ്. മൊത്തം തടികളും കൊണ്ടാണ് കേട്ടോ ഈ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത്. അൽത്താരയിലൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ചിത്രങ്ങളാൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഒരു ഫീലാണ്, ഒരു ഭക്തിസാന്ദ്രമായ ഫീലാണ് നമുക്ക് ഈ ദേവാലയത്തിനുള്ളിൽ നിന്ന് ലഭിക്കുന്നത്. പഴയ പള്ളിയുള്ള സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ ഒരു ഫീലൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് പുതിയ പള്ളിയുടെ നിർമ്മാണവും നടത്തിയിരിക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നൊക്കെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തും കേട്ടോ. തിരുവനന്തപുരം സന്ദർശിക്കാൻ എത്തുന്നവരൊക്കെ ഇവിടെ വെട്ടുകാട് ഈ ദേവാലയം സന്ദർശിക്കാറുണ്ട്. ഒത്തിരി ഇടവക ജനങ്ങളുള്ളൊരു ദേവാലയമാണ്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ദേവാലയം തന്നെ ഇവിടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വെട്ടുകാട് ഏരിയയിൽ ഈ ദേവാലയത്തിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട്. എൻ്റെ കൂടെ ഇസ്രായേലിലൊക്കെ ജോലി ചെയ്ത് കുറേ പേരുണ്ട്. അങ്ങനെ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചെറിയൊരു മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ദേവാലയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഈ ദേവാലയത്തിന് അടിയിൽ നിലവറയിലുള്ള ഒരു വലിയൊരു മ്യൂസിയമാണ്. അത് വളരെ മനോഹരമാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ കാഴ്ച ഇനി പോകുന്നത്. ഇസ്രായേലിലൊക്കെ ഉള്ള കാറ്റക്കംസ്, അതായത് ഗുഹകൾ, ചെറിയ ഈ ബൈബിളിൻ്റെ ചുരുളുകളും മൃതദേഹങ്ങളൊക്കെ അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഗുഹകളെ സമാനമായ രീതിയിലാണ്, കാറ്റക്കംസ് എന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു ആശയത്തിലാണ് ഇവിടെ ഈ ഒരു നിലവറ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് പോയിട്ട് മ്യൂസിയം ഒന്ന് കാണാം. ഇവിടെ ഈ സഭാപരമായിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചാപ്പലുണ്ട്. അതോടൊപ്പം തന്നെ കൂദാശ നിർവഹണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഈ സാധന സാമഗ്രികൾ, വിശുദ്ധ വസ്തുക്കളൊക്കെയാണ്. അവയുടെ പേരുകളൊക്കെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്കൊക്കെ അത് കാണാനും
മനസ്സിലാക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. പുരോഹിതന്മാർ കൂദാശകൾക്ക് ഉപയോഗിക്കുന്ന, അതായത് കുർബാനയ്ക്കും മറ്റ് കൂദാശകൾക്കൊക്കെ ഉപയോഗിക്കുന്ന തുണികൾ, വസ്ത്രങ്ങൾ, അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ തിരുസ്വരൂപം വരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പഴയ ദേവാലയ മണികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മെത്രാന്മാർ ഉപയോഗിക്കുന്ന അവരുടെ തൊപ്പി, അതോടൊപ്പം തന്നെ അംശവടി, തലപ്പാവ്, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഉടുപ്പുകൾ, അതോടൊപ്പം തന്നെ മറ്റ് തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം അത് എഴുതിയിട്ടുമുണ്ട്. തിരുവോസ്തി ഉണ്ടാക്കുന്ന അച്ചുകൾ, അതിൻ്റെ പാത്രങ്ങൾ, എഴുന്നള്ളിച്ച് വയ്ക്കുന്ന അരുളിക്ക, അതോടൊപ്പം തന്നെ തിരികൾ, വ്യത്യസ്ത നിറത്തിലുള്ള സ്റ്റോളുകൾ, ഊറാറ എന്നൊക്കെ പറയുന്ന സ്റ്റോളുകൾ. അപ്പോൾ അതിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാനും അത് എഴുതിയും വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റും. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ബൈബിളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ലൂർദിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കാണിക്കുന്ന ഒരു ഗ്രോട്ടോയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വെട്ടുകാട് മാതൃദേവോസ് ക്രിസ്തുരാജിൻ്റെ ഒരു തിരുസ്വരൂപം ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ കേരള കത്തോലിക്ക സഭയുടെ ചരിത്രമൊക്കെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ലാറ്റിൻ രൂപതകളുടെ ആവിർഭാവം, അതോടൊപ്പം തന്നെ പല പുരാതന രൂപതകളെ, കൊല്ലം രൂപത, കൊച്ചി രൂപതയെക്കുറിച്ചൊക്കെ ഉള്ള വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെട്ടുകാട് പള്ളിയുടെ പഴയ മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വലിയ മനോഹരമാണ്. ഈ പള്ളി വന്ന ഓർമ്മയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ദേവാലയത്തിൽ അന്ന് ഉപയോഗിച്ചിരുന്ന മണി ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ദേവാലയത്തെക്കുറിച്ചുള്ള ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വലിയ മനോഹരമായിട്ട് തന്നെ ചെറിയ ചെറിയ പേടകങ്ങളിൽ ഇവിടെ സൂക്ഷിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊടാനൊന്നും പറ്റില്ല, എല്ലാവർക്കും അത് കണ്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ദേവാലയത്തിലെ പഴയ കൊടിയാണ് ഈ കാണുന്നത്. ഇതിനുശേഷം നമ്മൾ പോകുന്നത് ഒരു ചാപ്പലിലേക്കാണ് കേട്ടോ. വലിയ മനോഹരമായിട്ടുള്ള ഒരു ചാപ്പലാണിത്. ഈ ചാപ്പലിൽ കയറി കുറേ നേരം പ്രാർത്ഥിച്ചു. നമുക്ക് യൂറോപ്പിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഇതിനുള്ളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി സമാധാനം തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളിൽ. ഒരുപാട് പേര് വന്നിരുന്ന് കുറേ നേരം ഇവിടെ പ്രാർത്ഥിച്ച് അതിന് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഇതിന് കോർണറിലൊരു തിരുഹൃദയത്തിൻ്റെ ഒരു രൂപമാണ്. അത് നമ്മളവിടെ ചെന്നപ്പോൾ ആ തിരുഹൃദയത്തിനുള്ളിൽ കാണുന്നത് നമ്മളെ തന്നെയാണ് ഗ്ലാസ്സിലൂടെ. അത് നല്ലൊരു കൺസെപ്റ്റാണ്. ഈ ഒരു രൂപം പഴയ ദേവാലയത്തിന് അൾത്താരയ്ക്കുള്ളിൽ വെച്ചിരുന്ന ആ ഒരു ഭാഗമാണ്. അതോടെ തന്നെ അത് കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ കാനായിലെ അത്ഭുതത്തെ കാണിക്കുന്ന, കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തെ കാണിക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ മോശ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ച ആ ഒരു കൺസെപ്റ്റൊക്കെ തരുന്ന ഒരു ചിത്രമൊക്കെ കൂടെ ഉണ്ട്. കടലിൻ്റെ ഭംഗിയൊക്കെ കാണുന്ന. അതിനുശേഷം കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ എടുത്തു. ഈ ദേവസഹായം പിള്ളയുടെ രക്തസാക്ഷിത്വം നടന്ന കാറ്റാടി മലയിൽ നിന്നും കൊണ്ടുവന്ന പാറക്കല്ലുകളാണിത്. അതിന് മുകളിലാണ് നമ്മുടെ മോശയെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മനോഹരമായ വെട്ടുകാട് പള്ളിയുടെ അടിയിലുള്ള ആ ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി.
അങ്ങനെ അതിനുശേഷം പള്ളിയുടെ മുമ്പിൽ തന്നെയുള്ള അറബിക്കടലിൻ്റെ തീരത്തേക്ക് ചെന്നു. അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കടലിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ്. ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമ്മൾ അടുത്തൊക്കെ ചെന്ന് നിന്നപ്പോൾ ചെറിയൊരു ചിരിയൊക്കെ പാസ്സാക്കി. അതിനുശേഷം പയ്യെ നമ്മുടെ അഡ്രൂസിന് വേണ്ട കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി. തിരുനാളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് കളിപ്പാട്ടവും കുറച്ച് പൊരിയും മലരൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.